മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ധർമ്മടത്ത് മത്സരിക്കും എന്ന് പറയുന്നതിൽ അതിനെന്തിനാണ് ഇത്രയും സസ്പെൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഘട്ടത്തിലും ഇന്ന് നമ്മൾ കാണുന്നതിന് വിരുദ്ധമായൊരു സംഗതി CPM ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ചില നെഗറ്റീവ് ഇമേജസ് ഉണ്ട്. ആ കാറ്റഗറിയിൽ നിന്നൊരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ ജനിക്കുന്നില്ല എന്നാണോ? EMS ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ആളുകളും ഒന്നുമില്ല ആലപ്പുഴയിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നായിരുന്നു. എന്ത് സാങ്കേതികത്വത്തിന്റെ പുറത്താണെങ്കിലും അവർ മാറി നിൽക്കണം എന്ന് പറഞ്ഞത് ശരിയായില്ല. ആ ഒരു ചോയ്സ് പിണറായി വിജയൻ എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. സ്വാഗതം ജോയിന്റ് സ്റ്റോറിയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ, അതിൻ്റെ പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിൽ പോലും അധികം ദിവസങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരിക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് എല്ലാ പാർട്ടികളും മുന്നണികളും ഒക്കെ കടന്നിട്ടുണ്ട്. CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ചേർന്നു. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരിക്കുന്നവരിൽ ആരൊക്കെ മത്സരിക്കും എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷെ പതിവ് പോലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി MA ബേബി വാർത്താസമ്മേളനം നടത്തി. പ്രചാരണം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ പ്രചാരണം നയിക്കുക മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരിക്കുന്ന പിണറായി വിജയനാണ് എന്ന് പറഞ്ഞു. പിണറായി വിജയൻ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അക്കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമാകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് CPMനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. അത് വരും ദിവസങ്ങളിൽ അറിയാം എന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബി വിശദീകരിച്ചത്. പക്ഷേ എങ്കിലും ആരൊക്കെയാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരിക്കുന്നവരിൽ ആരൊക്കെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് സംബന്ധിച്ചൊരു ധാരണ ഒരുപക്ഷെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിട്ടുണ്ടാകും. അത് അദ്ദേഹം ഇപ്പോൾ പരസ്യമായി പറയുന്നില്ല എന്നേ ഉണ്ടാവുകയുള്ളൂ. അത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരട്ടെ എന്ന് തീരുമാനിച്ചതും ആകാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ കൗതുകം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെയല്ലേ അർത്ഥം എന്ന സംശയവും അവിടെയുണ്ട്. ഇക്കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ബഷീറിന് എന്താ ഇന്ന് MA ബേബിയുടെ വാർത്താസമ്മേളനം കണ്ടപ്പോൾ തോന്നിയത്? പിണറായി മത്സരിക്കും? വളരെ വളരെ യൂഷ്വലായ വാർത്താസമ്മേളനം. സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ്. CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ആ ഘടകത്തിലൊരു തീരുമാനമെടുക്കും. പക്ഷെ അത് പരസ്യപ്പെടുത്താറില്ല. ബാക്കി ഏറ്റവും മുതിർന്ന തലത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും സാധാരണ ചർച്ചയാവും. മുഖ്യമന്ത്രി സ്ഥാനം എന്നൊരു ചർച്ച തന്നെ സാധാരണഗതിയിൽ വരാറില്ല. പകരം നയിക്കുന്നതാര് എന്നത് മാത്രമേ ചർച്ചയാവാറുള്ളൂ. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ എന്തെങ്കിലും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുമില്ല ആരും. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന പ്രഖ്യാപനം അത് നേരത്തെ തന്നെ നേരത്തെ പറഞ്ഞതും തീരുമാനിക്കപ്പെട്ടതുമാണ്. അദ്ദേഹം MA ബേബി തന്നെ പലകുറി അത് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും LDFനെ നയിക്കുക എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് പലകുറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സ്വാഭാവികമായും ആ ഘടകത്തിൽ നിന്ന് ആരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കും ആ ആലോചന നടന്നിട്ടുണ്ടാവും. ആ ആലോചന നടക്കുകയും അക്കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ടാകും. അത് പുറത്തേക്ക് വരാത്തതായിരിക്കണം. സാധാരണഗതിയിൽ ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടണം, ആരെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണം, ഈ ഒരു കാര്യത്തിലാണ് പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച ഉണ്ടാവുകയും അത് തീരുമാനമെടുക്കുകയും ചെയ്യാറുള്ളത്. അതിൻ്റെ അടുത്ത സ്റ്റേജ് അടുത്ത ആഴ്ചയോടുകൂടി കേരളത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിലും ഈ തീരുമാനം വെക്കുക. അതിനുശേഷം സംസ്ഥാന സമിതി കൂടി അന്തിമമായ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കുക, ആ ലിസ്റ്റ് പരസ്യപ്പെടുത്തുക എന്നതാണ്. അത് അടുത്ത ആഴ്ച സംഭവിക്കും എന്നാണ് MA ബേബിയുടെ അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് തോന്നുന്നത്. ഒരാഴ്ചക്കകം നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകും, നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പിണറായിക്ക് പുറമേ മറ്റാരെങ്കിലും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു സംശയമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി മത്സരിക്കാതിരിക്കുകയും മത്സരിക്കാതിരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നൊരു സിനാരിയോ ചിലരങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നല്ലാതെ അത്തരത്തിലൊരു ചിന്ത പാർട്ടിക്കകത്തുണ്ട് എന്ന് തോന്നുന്നില്ല. പിണറായി മത്സരത്തെ നേരിട്ട് തെരഞ്ഞെടുപ്പിനെ നയിക്കുക എന്നത് തന്നെയായിരിക്കും രീതി. മറ്റാരെങ്കിലും കൂടെ മത്സരിക്കുമോ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് എന്ന കാര്യത്തിൽ മാത്രമായിരിക്കും ചർച്ച ഉണ്ടാവുക. അതോടൊപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു മുഖത്തെ അങ്ങനെ ഒരു സാധ്യത കൂടി തുറന്നിട്ടുള്ള ഒരു ക്രമം ഉണ്ടാക്കണമോ എന്നതും
ഒരുപക്ഷെ പാർട്ടിയുടെ ആലോചനയിൽ വരുന്നുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ കൂടി അതും പരസ്യപ്പെടുത്തുക സാധ്യമല്ല. പക്ഷേ അതിൽ ഞാൻ ചോദിക്കുന്നത്, ഇതിലിപ്പോൾ ഒരു സസ്പെൻസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു നടപടിക്രമമുണ്ട്, അത് CPM-ൻ്റെ ഒരു രീതിയുണ്ട്. അതായത് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് അതാത് ജില്ലകളിൽ പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയെ അറിയിക്കുക. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റും സ്റ്റേറ്റ് കമ്മിറ്റിയും ചേർന്ന് ആ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കീഴ്ഘടകങ്ങളോട് നിർദ്ദേശിക്കുക. ആ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്തിമ പട്ടിക ഉണ്ടാക്കുക. ഇത് മണ്ഡലം കമ്മിറ്റികളെ അറിയിക്കുക. മണ്ഡലം കമ്മിറ്റികളുടെ അംഗീകാരത്തോടുകൂടി സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുക. ഇതൊക്കെയാണ് നടപടിക്രമം. ഈ നടപടിക്രമം സാധാരണഗതിയിൽ നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി ധർമ്മടത്ത് മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കുന്നതിന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ധർമ്മടത്ത് മത്സരിക്കും എന്ന് പറയുന്നതിൽ അതിനെന്തിനാണ് ഇത്രയും സസ്പെൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ സസ്പെൻസ് ഇല്ല. കാരണം കഴിഞ്ഞ ഇപ്പോൾ 2016-ലോ 2021-ലോ ഈ സസ്പെൻസ് ഉണ്ടായിരുന്നില്ല. കാരണം പിണറായി മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അതേ സിനാരിയോ തന്നെയാണ് ഇപ്പോഴും. 2021-ലോ 2016-ലോ ആകട്ടെ പോളിറ്റ് ബ്യൂറോ ചേർന്ന് പിണറായി മത്സരിക്കും എന്ന് പറയുകയല്ല ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് 2006-ലും 2011-ലുമാണ്. VS-ന്റെ പ്രശ്നമുണ്ടായ ഘട്ടത്തിൽ VS-ന് സ്ഥാനാർത്ഥിത്വം ആദ്യം നിഷേധിക്കപ്പെടുന്നു, പിന്നീട് അതിന് ചില കലാപമുണ്ടാകുന്നു, അത് വീണ്ടും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുന്നു. ആ ഘട്ടത്തിൽ പോലും പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അത് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഒരു ഘട്ടത്തിലും ഇന്ന് നമ്മൾ കാണുന്നതിന് വിരുദ്ധമായൊരു സംഗതി CPM-ൽ ഉണ്ടായിട്ടില്ല. ആ രണ്ട് ഘട്ടത്തിലും പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞു, സംസ്ഥാനത്ത് ഉടലെടുത്ത തീരുമാനത്തിന് എതിരായി തീരുമാനം വന്നു. ആ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചു. ആ സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി അത് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചു. സംസ്ഥാന സമിതി ചേർന്ന് 2006-ൽ പ്രകാശ് കാരാട്ടും 2011-ൽ പിണറായി വിജയൻ തന്നെയും അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മറിച്ചൊരു സംഭവമേ ഇല്ല. ഇത് മാധ്യമങ്ങളുടെ ഒരു കൗതുകം മാത്രമാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെയും മറ്റേതെങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെയും പേര് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുമോ എന്നത് മാധ്യമങ്ങളുടെ ഒരു കൗതുകം മാത്രമാണ്. CPM-ൽ അങ്ങനെ ഒരു രീതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. ഇത് തന്നെയാണ് അതിന്റെ ക്രമം. അല്ല, ഇതിൽ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ടേം എന്ന് പറയുന്നത് ഒരു നിബന്ധനയായി CPM വെച്ചിരുന്നു. ഇപ്പോൾ ആ ടേം വ്യവസ്ഥയിൽ ചില ഇളവുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും കണ്ണൂരിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നാണെങ്കിലും ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റുകൾ ചേർന്ന് സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ നോക്കിയാൽ ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്തുമ്പോൾ പാർട്ടിക്ക് നിശ്ചയമായും ജയിക്കും എന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ വേണമെങ്കിൽ ഈ ടേം വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് പുതുമുഖങ്ങളെ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധർമ്മടത്തെ സംബന്ധിച്ച് CPM-ന് ഒരു 100% ഉറപ്പുള്ള സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു സീറ്റാണ്. അപ്പോൾ അവിടെ ഒരുപക്ഷെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചാൽ മതി, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തെരഞ്ഞെടുപ്പിനെ നയിക്കുക, മണ്ഡലത്തിൽ വേറൊരാളെ മത്സരിപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരു ആലോചന നടത്തുന്ന പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുക എന്നതിനർത്ഥം ആ ധർമ്മടം പിടിക്കാൻ മത്സരിക്കുക എന്നല്ലല്ലോ, മറിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുക എന്നതാണ്. നേരത്തെ രാജീവ് പറഞ്ഞ ഏറ്റവും ഷുവറായ മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെ വെക്കാനും ഈ ടേംസ് വ്യവസ്ഥ കർശനമായി പാലിക്കാനും തീരുമാനിക്കപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ശൈല ടീച്ചറെ പോലെയുള്ള ആളുകൾ മാറി നിന്ന് മറ്റാളുകൾക്ക് ഇടം കൊടുക്കേണ്ടി വരും എന്നാണ്. ഇന്ന് ലഭ്യമാകുന്ന വാർത്തയനുസരിച്ച് ശൈല ടീച്ചർ നിലവിലുള്ള മണ്ഡലത്തിൽ, കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ മത്സരിക്കുന്നില്ല എന്ന് പാർട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നൊരു വാർത്ത ഇന്ന് വരികയുണ്ടായി. അതുപോലെ ടേം എന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ പിണറായി വിജയൻ ഉൾപ്പെടെ ചില ആളുകൾക്ക് ടേം വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ല. അതിൽ എക്സംഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ടേം വ്യവസ്ഥ തുടർച്ചയായി 3ാമത്തെ തവണത്തേക്കുള്ള റെസ്ട്രിക്ഷനാണ്, അല്ലാതെ മാറി നിന്നവർക്ക് തിരിച്ചു വരാൻ പറ്റാത്ത റെസ്ട്രിക്ഷൻ ടേം വ്യവസ്ഥയിൽ ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ചില ആളുകൾ, ഐസക്കിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇവിടെ MA ബേബിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ചോയ്സും അല്ലെങ്കിൽ ഒരു ഓപ്ഷനും ഇല്ലാതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയൻ മത്സരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും മറ്റും പരിഗണിച്ച് മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന ഓപ്ഷൻ പരിഗണിക്കപ്പെട്ടുകൂടായികയില്ല. അതിൻ്റെ ഓപ്ഷൻ ഇന്നത്തെ യോഗത്തോടു കൂടി അടഞ്ഞിട്ടില്ല. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മറ്റൊരാൾ കൂടി മത്സരിക്കുക എന്ന ഓപ്ഷനും അടഞ്ഞിട്ടില്ല. അതോടൊപ്പം ശൈല ടീച്ചറെ പോലുള്ള ഒരാളെ
മുന്നിൽ നിർത്തി മത്സരിക്കുക എന്ന ഓപ്ഷനും അടഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു തരത്തിലുള്ള സാധ്യതകളും അടഞ്ഞിട്ടില്ല. എല്ലാം തുറന്നു കിടക്കുക തന്നെയാണ്. അടുത്ത ആഴ്ചയോടുകൂടി എല്ലാം നിങ്ങൾക്കറിയാം എന്ന് ബേബി പറയുന്നതിൻ്റെ സാങ്കത്യവും അത് തന്നെയാണ്. എന്നാൽ വലിയൊരു സർപ്രൈസ് ഒന്നും നമ്മൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ വീഡിയോ അത് ഏതാണ്ട് ഒരേ സമയം എല്ലാ ചാനലുകളിലും PR പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി സർക്കാർ പുറത്തുവിട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത് വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട്, വിമർശനങ്ങളുമുണ്ട്. അത്തരമൊരു ഇൻ്റർവ്യൂ ഒക്കെ സംഘടിപ്പിച്ച് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അത്തരമൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി മുഖ്യമന്ത്രിയുടെ ഒരു ഇമേജ് ബിൽഡിംഗ് വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കെ ആ ഇൻ്റർവ്യൂവിൻ്റെ സ്വഭാവം അറിയാലോ, അത് ഒട്ടും പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അല്ല. അതേസമയം ചില രാഷ്ട്രീയ കാര്യങ്ങൾ അതിൽ പരാമർശിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം, അദ്ദേഹത്തിൻ്റെ ബാല്യം, അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം, കൂടെ പഠിച്ച ആളുകളുമായിട്ടുള്ള ബന്ധം, പിന്നെ കടന്നുപോയ പ്രതിസന്ധികൾ, അതിനെ അഭിമുഖീകരിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള സംഭാഷണങ്ങളുണ്ട്. അപ്പോൾ അത്തരമൊരു ബിൽഡപ്പ് അവിടെ നിൽക്കെ ഈ എം.എ. ബേബി ഇപ്പോൾ വന്നിട്ട് അതൊക്കെ വഴിയറിയാം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. അതായത് അതൊരു രീതിയാണ്, അതാണ് അതിൻ്റെ നടപടിക്രമം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് കേരളത്തിലോ ബംഗാളിലോ ഇന്നയാളുടെ നേതൃത്വം, ഇന്നയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തി ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപിച്ചിട്ടില്ല. സീറ്റിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്നയാളുകൾ സ്ഥാനാർത്ഥിയാകും എന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടിക തീർത്തും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തീരുമാനമെടുത്ത് കൺസോളിഡേറ്റ് ആയി പ്രഖ്യാപിക്കപ്പെടുകയേ ഉള്ളൂ. എന്നാൽ വാർത്തയിൽ ഇത് വരും, വാർത്ത പുറത്തേക്ക് വരാറുണ്ട്, ഇന്ന ആളുകളൊക്കെ മത്സരിക്കും എന്നത്. ഇക്കാര്യത്തിൽ ആ കൗതുകം പോലും സംഭവിച്ചില്ല. ഇപ്പോൾ എ വിജയരാഘവനോ മറ്റോ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഈ ഇരിക്കുന്നവരെ അത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്നില്ല. അത്രയേ അതിനൊരു എക്സ്പെക്റ്റൻസിയും ഉള്ളൂ എന്നാണ് എനിക്ക്. അങ്ങനെ ആളുകൾ അങ്ങനെ ഒരു വലിയ കൗതുകത്തോടു കൂടി അത് കാത്തിരിക്കുന്നുമില്ല ഈ ഘട്ടത്തിൽ. പൊതുവിൽ ജനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെ മത്സരിക്കും എന്നുള്ള ഒരു പ്രീ കണ്ടീഷൻ്റെ അവസ്ഥയിലാണ്. CPIM-ന് മുമ്പിലുള്ള സാധ്യതകളിൽ ഏറ്റവും നല്ലതും ഏറ്റവും പ്രധാനപ്പെട്ടതും അവരെ സംബന്ധിച്ച് ഏറ്റവും ഈസിയായി ചെയ്യാവുന്നതും ആ ഒരു സാധ്യത തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നു എന്നത് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന ഒരു ഇംപ്രഷൻ കൊടുക്കുകയും വേണ്ടി വന്നാൽ മറ്റൊരു സാധ്യത കൂടിയുണ്ട് എന്നൊരു സെക്കൻഡ് ഓപ്ഷനുള്ള സാധ്യത ഓപ്പൺ ആണ് എന്നൊരു ഇംപ്രഷൻ കൂടി കൊടുക്കുക എന്നതാണ്. അതെല്ലാം ഇവിടെ നിലവിൽ അവൈലബിൾ ആണ് എന്നാണ് എനിക്ക് ബേബിയുടെ വാർത്ത. ഏതെങ്കിലും തരത്തിൽ കൺക്ലൂസീവായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് പറയുമ്പോഴേ ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇപ്പോൾ പിണറായി വിജയൻ മാത്രമാണോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എ വിജയരാഘവനെ പോലെയുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കാനുള്ളൊരു സാധ്യത അതിപ്പോഴും ഓപ്പൺ ആണെന്നാണോ ബഷീർ കരുതുന്നത്? അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ വിജയരാഘവനാണ് മത്സരിക്കുന്നതെങ്കിൽ അത് ഈ പറയുന്നൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നൊരു വാതിൽ തുറന്നിടുന്നതിന് തുല്യമായിട്ട് വ്യാഖ്യാനിക്കാമോ? അവിടെയാണ് ഒരു പ്രശ്നം വരാനുള്ളത്. ഇപ്പോൾ വിജയരാഘവൻ മത്സരിക്കുന്നു എന്ന് തീരുമാനിക്കുക, പിണറായി വിജയൻ്റെ പ്രായാധിക്യം എന്നത് ഒരു സബ്ജക്റ്റാണ് എന്നും കരുതുക. വിജയരാഘവൻ സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള രണ്ടാമത്തെ കക്ഷിയാകണമല്ലോ മുഖ്യമന്ത്രിയാകേണ്ടത്. പിണറായി അല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ അത് വോട്ടെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് രാജീവ് കരുതുന്നത്. അത് നെഗറ്റീവായ പിക്ചറെ കൊടുക്കൂ. അതായത് വിജയരാഘവനെ ആ തരത്തിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, പക്ഷേ അദ്ദേഹമായിരിക്കും പിണറായിക്ക് തൊട്ടു താഴെയുള്ള ആൾ എന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഇംപ്രഷൻ കൊടുക്കുന്നത് അത്ര നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഇംപ്രഷൻ വരാൻ സാധ്യതയില്ല. അതേ ഫീൽ തന്നെയാണ് ഞാനുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കെ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു, തേർഡ് ടേമിൽ മത്സരിക്കുന്നു. ഒരു പക്ഷേ ജനത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുമുന്നണി അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണെങ്കിൽ പിണറായി തന്നെ മുഖ്യമന്ത്രി എന്നായിരിക്കാം. പിന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ കൂടി മത്സരിക്കുന്നു എന്ന് വന്നാൽ ജനത്തിന് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കുമല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ പിണറായി മാറുകയാണെങ്കിൽ വിജയരാഘവനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളൊരു ഫീലായിരിക്കും ഒരുപക്ഷെ ജനത്തിന് കിട്ടുക. എ വിജയരാഘവൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരുപക്ഷെ CPIM അണികൾക്കും CPIM അംഗങ്ങൾക്കും പാർട്ടിക്ക് തന്നെയും വളരെ പ്രധാനപ്പെട്ടതും വളരെ എന്താ പറയുക സുതാര്യവുമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ചില നെഗറ്റീവ് ഇമേജസ് ഉണ്ട്.
ആ നെഗറ്റീവ് ഇമേജ് ഈ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഒരു പക്ഷേ അത് CPM-നെയും LDF-നെയും തന്നെ ബാധിക്കാനിടയുണ്ട് എന്നാണ് എനിക്ക് അദ്ദേഹം തോന്നുന്നത്. മലമ്പുഴയിലോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലോ വിജയരാഘവൻ വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളൊക്കെയാണ് വരുന്നത്. ആ മണ്ഡലത്തിനപ്പുറത്തേക്കുള്ള അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതല്ലേ രാജീവ് ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെ അത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഒരു CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്വത്തിന്റെ മേൽ ആട്രിബ്യൂട്ട് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു പബ്ലിക് ഗുഡ് വിൽ വിജയരാഘവൻ ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് അതിന്റെ പ്രശ്നം. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായിട്ട് ഒരുപക്ഷെ ഈ S രാമചന്ദ്രൻപിള്ളയുടെ ഒക്കെ കാര്യത്തിൽ ഈ പാർലമെന്ററി പൊളിറ്റിക്സിലൊക്കെ അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് രാമചന്ദ്രൻപിള്ള വന്നാൽ അത് നെഗറ്റീവ് ആകും എന്നൊരു ഇംപ്രഷൻ നേരത്തെ ഉണ്ടാകാറുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു സംഗതി ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി നെഗറ്റീവാണ് CPM-ന്റെ ഇപ്പൊ രണ്ടാമത്തെ അവൈലബിൾ ആയ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ കാര്യത്തിൽ, മീൻസ് വിജയരാഘവന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സിനാരിയോയിലുള്ളത്. അത്രേ അതിന് പറയാൻ പറ്റൂ. അല്ല, അത് വേറൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ടാക്കും. ഇപ്പോൾ മത്സര രംഗത്തേക്ക് ഇപ്പോൾ KK ശൈലജ അല്ലെങ്കിൽ തോമസ് ഐസക് തുടങ്ങിയ സീനിയർ ആയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സര രംഗത്തുണ്ടാവുകയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയനും വിജയരാഘവനും മത്സരിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ഒരു പക്ഷേ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ടാമൻ ആര് എന്നുള്ള ചോദ്യത്തിന് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവനാണ് എന്ന തോന്നൽ ഒരു പക്ഷേ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതർവൈസ് ഇപ്പോൾ പിണറായി വിജയൻ മത്സരിക്കുന്നു, ഒപ്പം KK ശൈലജയും തോമസ് ഐസക്കും ഒക്കെ മത്സരിക്കുന്നു എന്ന് വരികയാണെങ്കിൽ ഒരു പക്ഷേ ജനങ്ങൾക്ക് കിട്ടുന്നൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത് മത്സരത്തിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം LDF ജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സാധ്യത ഇവർക്കൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഇംപ്രഷൻ ജനങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഇല്ലാതാക്കും. അതിപ്പോൾ G. സുധാകരൻ, തോമസ് ഐസക്, ശൈല ടീച്ചർ തുടങ്ങിയ ആളുകളുടെ കാര്യത്തിൽ അവർ ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ പ്രോസ്പെക്ട്സ് കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. വിജയരാഘവൻ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് കുറയാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതേസമയം എൻ്റെ ഒരു കൗതുകം 2021 തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്, സുധാകരൻ പോലെയുള്ള ആളുകളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ, സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ശൈല ടീച്ചറെ പോലുള്ള ഒരാളെ മാറ്റി നിർത്തുകയും അതിനുശേഷം ഒരു യങ് ബ്രിഗേഡിനെ മുഴുവനായും എടുത്ത് റിയാസ് ഉൾപ്പെടെ എടുത്ത് മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു തലമുറ മാറ്റം സാധ്യമാവുകയും അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന അധികായനായ ഒരു ക്യാപ്റ്റൻ, ഇതാണല്ലോ ഉണ്ടാക്കിയത്. ആ സംഗതി പരാജയപ്പെട്ടു എന്നാണോ ഈ പൊതു ചർച്ചയുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചിന്തയുടെ തന്നെ അടിസ്ഥാനം? ഞാനത് അങ്ങനെയല്ല കാണുന്നത്. ഒരു പക്ഷേ ആ പരീക്ഷണം പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാകില്ല ഈ തരത്തിൽ. അതായത് അന്ന് മന്ത്രിസ്ഥാനത്തേക്ക് വന്ന റിയാസ്, ബാലഗോപാൽ, രാജീവ്, രാജേഷ് തുടങ്ങിയ ആ കാറ്റഗറിയിൽ നിന്നൊരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ ജനിക്കുന്നില്ല എന്നാണോ? ആ കാറ്റഗറിയിൽ നിന്ന് ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ ജനിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ഒരു ശക്തി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഇക്വേഷനാണ് ഞാൻ അതിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എൻ്റെ മുന്നിലുള്ളത്. ഇപ്പോൾ ഇതിലൊരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P. രാജീവ് എറണാകുളത്തു നിന്നാണ്, MB രാജേഷ് പാലക്കാട്ട് നിന്നാണ്, KN ബാലഗോപാൽ കൊല്ലത്തു നിന്നാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. നമ്മൾ CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ ആളുകളുടെ ഒരു ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ EMS ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ആളുകളും ഒന്നുമില്ല ആലപ്പുഴയിൽ നിന്നായിരുന്നു അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നായിരുന്നു. അപ്പോൾ വെച്ചാൽ പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രം എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. പിന്നെ പാർട്ടി പ്രതിനിധീകരിക്കുന്ന കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും അത്തരക്കാർ ഇനി ഉള്ളവരാരാണ്? ആ ഒരു പ്രതിസന്ധി അവിടെയുണ്ട്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ KK ശൈലജയെ പോലൊരാളുടെ സാധ്യത ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നത് അവർ കണ്ണൂർ. ഞാൻ അതിനെ പ്രാദേശികമായി കാണുന്നതിന് പകരം KK ശൈലജ കേരളത്തിന്റെ ചരിത്രത്തിൽ KR ഗൗരിയമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. കഴിഞ്ഞ തവണ ആ കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും അവർക്ക് കേരളീയ സമൂഹത്തിൽ കിട്ടിയൊരു സ്വീകാര്യത എന്ന് പറയുന്നത് വലിയ തോതിൽ അവർ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഭാവി ചിത്രത്തിൽ ഉണ്ടാകും എന്നതായിരുന്നു. കഴിഞ്ഞ തവണ അതുകൊണ്ട് തന്നെയാണ് ആ വിധം ഒരു ഭൂരിപക്ഷത്തിന്, അത്രയും സ്ട്രോങ് ആയ ഒരു CPIM മണ്ഡലമാണെങ്കിൽ കൂടി അത്ഭുതകരമായ ഭൂരിപക്ഷത്തിന് അവരെ ജനം തിരഞ്ഞെടുത്തയച്ചത്. അതിന് തൊട്ടു പിറകെ അവർ എന്ത് സാങ്കേതികത്വത്തിൻ്റെ പുറത്താണെങ്കിലും
അവർ മാറി നിൽക്കണം എന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് അന്ന് പൊതു കേരളത്തിനുണ്ടായത്. എനിക്കും വ്യക്തിഗതമായ ആ അഭിപ്രായം തന്നെയായിരുന്നു. അവിടെ ഒരു തിരുത്തൽ വരികയും ശൈലജ ടീച്ചറെ പോലെ ഒരാളുടെ മുന്നിൽ കൊട്ടിയടക്കപ്പെട്ട ആ രാഷ്ട്രീയ യാത്ര ബ്ലോക്ക് ചെയ്യപ്പെട്ടല്ലോ. ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ശൈലജ ടീച്ചറുടെ യാത്ര ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പിന്നീട് അവർ മത്സരിച്ചു, തോറ്റു ലോക്സഭയിലേക്ക് എന്നൊക്കെ ഉള്ളത് ശരി. അത് തിരുത്തി ഞങ്ങൾ ആ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് CPIM തീരുമാനിക്കുകയാണെങ്കിൽ അത് ചരിത്രപരമായി. അതിനെന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ ഇപ്പോ? എനിക്ക് ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഒരു സെക്കൻഡറി സോഴ്സസ് മാത്രമാണുള്ളത്. അത് വെച്ച് കിട്ടുന്ന വാർത്തകളിൽ അത്തരം സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ്, അത് പരിഗണനയിലേ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ, ഈ തുടർച്ചയായി CPM സൈബർ ഹാൻഡിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, സർക്കാർ തന്നെയും ഔദ്യോഗികമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പദ്ധതികൾ സംബന്ധിച്ചുള്ള പ്രചാരണ ബോർഡുകൾ, അതിലൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ മുഖം, ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ധർമ്മടത്ത് പിണറായി വിജയൻ പിണറായി വിജയൻ തന്നെ മത്സരിച്ചുകൊണ്ട് പിണറായി വിജയൻ LDFനെ നയിക്കും എന്ന് തന്നെയാണ്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിർമ്മമത്വം സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ പ്രതിഫലിപ്പിക്കപ്പെട്ട ഒന്നിനോടും അധികമായ താല്പര്യമില്ല, സന്യാസ തുല്യമായ ജീവിതത്തോടുള്ള ഒരടുപ്പം തുടങ്ങിയതൊക്കെ കാണുമ്പോൾ ഞാൻ മറിച്ചും ആലോചിക്കുന്നുണ്ട്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് മറ്റാളുകളെ അധികാരമേൽപ്പിച്ച് മാറി നിൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ അങ്ങനെ ആ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും മാറി നിൽക്കുകയും, ഒരു വിഡ്രോവൽ ഇന്റർവ്യൂ ആയിട്ട് മോഹൻലാലിന്റെ ഇന്റർവ്യൂ രാജീവിന് തോന്നിയില്ല അല്ലേ? വിഡ്രോവൽ ഇന്റർവ്യൂ ആയിട്ട് എനിക്കത് തോന്നിയില്ല. കാരണം വെച്ചാൽ ഈ പറയുന്ന കാര്യം അതിലുണ്ട്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 1998 വൈദ്യുതി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് ഒരു വാടക വീട്ടിലേക്ക് മാറുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് മോഹൻലാലിനോട് പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടായില്ല, എനിക്കും ഒരു പ്രയാസവും ഉണ്ടായില്ല, എൻ്റെ കുടുംബത്തിനും ഒരു പ്രയാസവും ഉണ്ടായില്ല. അത്രയും നിസ്സംഗമായാണ് അധികാരസ്ഥാനവും ഓരോ സ്ഥാനവും ഞാൻ കാണുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ മാത്രം വേണമെങ്കിൽ ഒരു വിഡ്രോവൽ ഇത് നമുക്ക് വേണമെങ്കിൽ കാണാം. ഇപ്പോൾ അടുത്ത ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും എനിക്ക് യാതൊരു പ്രയാസവുമില്ല, അല്ലെങ്കിൽ അതെന്നെ ബാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. മറ്റൊരു സിനാരിയോ ഉള്ളത്, ഈ തെരഞ്ഞെടുപ്പ് തോൽക്കുന്നു എന്ന് വെക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ LDF തോൽക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇനി രണ്ട് തവണ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതായിരിക്കും അദ്ദേഹം കൂടുതൽ ഭയക്കുന്ന ഒരു സിനാരിയോ. അത് സ്വാഭാവികമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ പാർലമെന്ററി ജീവിതത്തിൽ ഒരു MLA ആയും മന്ത്രിയായും പിന്നെ മുഖ്യമന്ത്രിയായും ഒക്കെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് എത്താൻ, ഇപ്പോൾ VS അച്യുതാനന്ദൻ ഈ പ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിലായിരിക്കും ഒരുപക്ഷെ VS മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ചോയ്സ് പിണറായി വിജയൻ എടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു സിനാരിയോ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷേ CPM-ഉം പിണറായി വിജയൻ തന്നെയും വിചാരിക്കുന്നത് അദ്ദേഹം മുന്നിൽ നിന്ന് ധർമ്മടത്ത് മത്സരിച്ച് അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചാൽ 3ാം ടേമിലേക്ക് അധികാരത്തിലെത്താൻ സാധിക്കും. അദ്ദേഹത്തിന് ഇപ്പോഴും ആ ബന്ധം ജനങ്ങളുമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവുക. അത് അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയുമാണ്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാൻ പാകത്തിൽ ഒരു പക്ഷേ ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ആ ഒരു ചിന്തയിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നുണ്ടാവാം. ആ ചിന്തയിലൊട്ടും തെറ്റുണ്ടെന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരിക്കലും ഒരു പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ ഇരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പെർഫോം ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയും തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയാണ് അദ്ദേഹം 1996 മന്ത്രിയായതിനു ശേഷം, അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം, പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒക്കെ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയാണ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തുള്ളപ്പോഴും അത് അധികാരത്തിൽ തന്നെ ഉള്ള ഒരു മറിച്ചൊരു പൊസിഷനിൽ ഇരുന്നിട്ടില്ല കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി. അല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം കേട്ടിട്ടുണ്ടാവും, അതിനോടൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഒരു അധികാര പദവി ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ആ ടേം മുഴുവൻ
പൂർത്തിയാക്കുന്നത്. പിന്നീട് വളരെ കുറച്ച് കാലമേ ഉള്ളൂ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞ് വെറും പോളിറ്റ് ബ്യൂറോ മെമ്പറായി വളരെ കുറച്ച് കാലം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 2016 അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞൊരു 996 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ 2026 വരെ എത്തുമ്പോൾ തുടർച്ചയായി അധികാര പദവിയിൽ മാത്രം ഇരുന്ന ഒരാളാണ് അദ്ദേഹം. അത് പാർട്ടിയിലെ അധികാര പദവിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ സർക്കാരിലെ അധികാര പദവിയാണെങ്കിൽ അത്. അപ്പോൾ അത് മാറി ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലേക്ക് വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. VS അച്യുതാനന്ദനെ പോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രതിപക്ഷ നേതാവിൻ്റെ റോളല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. VSന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ 2011 മുതൽ നിന്ന് ആ കാലത്താണ് KM മാണിയൊക്കെ അവിടെ ഇട്ട് നരകത്തിലെ പ്രസംഗം നടത്തിയത്. അതെ, അതിൽ അദ്ദേഹത്തിന് അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിൽ. പക്ഷെ പിണറായി വിജയന്റെ കാര്യത്തിൽ ആ കസേര മാറിയിരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാകും എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും കാത്തിരുന്ന് കാണാം പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. മത്സരിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഈ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ, അദ്ദേഹത്തിൻ്റെ അഭിമുഖം, അതിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, അതുവഴി സർക്കാരിൻ്റെയും പാർട്ടിയുടെയും സർക്കാരും പാർട്ടിയും അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെ നമ്മൾ കരുതണം. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും എന്ന് മാത്രം നമുക്കിപ്പോൾ പറയാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.